വോട്ട് കിട്ടിയാൽ സ്വീകരിക്കും അല്ലേ? SDP വോട്ട് തന്നാൽ സ്വീകരിക്കും. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, വോട്ട് ആരുടേതായാലും വോട്ട് വോട്ടാണ്, വോട്ടിന് വിലയുണ്ട്. ഞാൻ എടോ ആരോപണത്തിൽ എന്താ വഴിപണ്ട്? ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്, അറിയോ താങ്കൾക്ക്? അതറിയാം. തനിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആദ്യം അത് കേക്ക്. ചോദ്യം ചോദിച്ചല്ലോ. എന്റെ പൊതുജീവിതം എനിക്ക് നന്നായിട്ട് അറിയാം. മുഖ്യമന്ത്രിയുടെ DGPന്റെ കയ്യിൽ ആദ്യം പെറ്റീഷൻ കൊടുത്തത്. എന്താ അന്വേഷിക്കാത്ത മുഖ്യമന്ത്രി? കേരളത്തിലെ മുഖ്യമന്ത്രി DGPന്റെ കയ്യിലാണ് ആദ്യത്തെ പെറ്റീഷൻ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കു സഹോദര, താൻ ചോദിച്ച ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. ഇത് വ്യക്തമാണ്. ആ കാര്യത്തില് എന്നെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട എല്ലാ നിയമ നടപടിയും സ്വീകരിച്ചു. ഇത് വ്യാജമായിട്ടുള്ള ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴല്ലേ BJPയും CPM കൂടെ സ്പോൺസർ ചെയ്ത ആരോപണമാണ്. ആ ആരോപണത്തിന് കൃത്യമായിട്ടുള്ള നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇനി പിണറായി വിജയന്റെ DGPന്റെയിലും പരാതി കൊടുത്തിട്ട് അന്വേഷിച്ചോട്ടെ. ഏത് അന്വേഷണത്തിനും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്റെ മടിയിൽ കനമില്ല സുഹൃത്തെ, മനസ്സിലാക്കിയോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ ഇക്കാര്യത്തിൽ നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിലപാട് വളരെ ക്ലിയറാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് BJP CPM ബന്ധം വളരെ വ്യക്തമാണ്. അത് നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണ്ണയം കൂടെ കഴിഞ്ഞപ്പോൾ രണ്ട് പാർട്ടികളുടെയും അണികൾക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. ഈ നാട്ടിലെ സാധാരണക്കാരന് ബോധ്യമുണ്ട്. ഇത് എക്സ്പോസ് ചെയ്യപ്പെട്ടപ്പോൾ ഉണ്ടായ പ്രയാസത്തിലാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് മുഖ്യമന്ത്രിക്കുള്ള പ്രശ്നം. പിന്നെ കേരളം ഭരിച്ച മുഖ്യമന്ത്രി 10 കൊല്ലക്കാലമായി ദൂർത്തിൻ്റെയും അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും പര്യായമായി ജനങ്ങൾ വേട്ടയാടുമ്പോൾ ആ ജനങ്ങൾ മുഖ്യമന്ത്രിയോട് കാണിക്കുന്ന ദേഷ്യം നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം കാണിക്കുകയാണ്. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ പോയാൽ ചോദിക്കാൻ പറ്റില്ല. പാർട്ടി പ്രവർത്തകൻ ചോദ്യം ഇത്രയും അസഹിഷ്ണുത 10 കൊല്ലക്കാലം കേരളം സഹിച്ചൊരു മുഖ്യമന്ത്രിയിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കണം. ഈ അസഹിഷ്ണുതയ്ക്ക് ജനങ്ങൾ കൃത്യമായി മറുപടി പറയും. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, വോട്ട് ആര് തരുന്നുള്ളൂ നമുക്ക് ഞങ്ങൾക്ക് ഇത്തരം സംഘടനയുമായി ചങ്ങാത്തമില്ല. വോട്ട് തരുന്നത് അവരാ തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിൽ വോട്ട് കൊടുക്കേണ്ടപ്പം ഞങ്ങളെ സംബന്ധിച്ചും ഞങ്ങൾ വർഗീയ സംഘടനകളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. കൃത്യമായിട്ടും പറയുന്നത്, ഒരു സ്ഥാനാർത്ഥിക്ക് ആരെങ്കിലും വോട്ട് കൊടുത്താൽ സ്ഥാനാർത്ഥി വോട്ട് വേണ്ട അത് പറയില്ല. അത് സ്ഥാനാർത്ഥി നല്ലതല്ല. ഞങ്ങൾക്ക് ബന്ധമില്ല, ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. അതാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നം. ഒരു മുന്നണി ഉണ്ടാക്കുമ്പോൾ, ഒരു മുന്നണിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത സാഹചര്യമാണ്. ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ട് വേണ്ടാന്ന് സ്ഥാനാർത്ഥികൾ ഒരിക്കലും പറയാറില്ല. മനസ്സിലായില്ലേ? വോട്ടുകളല്ല ഇൻഡിവിജ്വലാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ കള്ളക്കളി കളിക്കുന്നത്. SDP ബന്ധം ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയാണ് കള്ളക്കളി. ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞില്ലേ, വോട്ട് ആരുടേതായാലും വോട്ട് വോട്ടാണ്, വോട്ടിന് വിലയുണ്ട്. ഞാൻ